ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് നോക്കാം. ഇത് നമുക്ക് സ്നാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് വെളുത്ത അവലാണ് എടുത്തിട്ടുള്ളത്. ഏത് അവലായാലും കുഴപ്പമില്ല. നന്നായിട്ട് കഴുകിയതിന് ശേഷം മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതേ കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങ കൂടി ഫ്രഷ് ആയിട്ട് ചിരകിയെടുത്തിട്ടുള്ള തേങ്ങ കൂടി എടുക്കാം. എന്നിട്ട് അതുകൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് അരയാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അതേ കപ്പിൽ തന്നെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ഞാൻ കവറിൽ പാക്കറ്റ് വാങ്ങുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3/4 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരയാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് അരക്കരുത്, ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചതിന് ശേഷം ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇത് കുറച്ച് തിക്കാണ്. അപ്പോൾ നമ്മൾ ഈ മാവിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ നമുക്ക് ഒന്നും കൂടി ഒന്ന് കറക്കിയതിന് ശേഷം ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മുടെ മിക്സിയിൽ അവശേഷിക്കുന്ന മാവ് കൂടെ നമുക്ക് ഇതേപോലെ വെള്ളം ഒഴിച്ചൊന്ന് കറക്കിയെടുത്താൽ നമുക്ക് മാവിലേക്ക് ഒഴിക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതുകൂടി ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ മാവിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു 2 പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 പിഞ്ച് ഏലക്കപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ ഏലക്ക നിങ്ങൾ മാവ് അരയ്ക്കുന്ന സമയത്ത് ഒരെണ്ണം അരച്ചാൽ മതിയാകും, നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച്. ഞാൻ ഇത് മധുരത്തിലല്ല തയ്യാറാക്കുന്നത്, കറി കൂട്ടി കഴിക്കാനുള്ള രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തത്. നിങ്ങൾക്ക് മധുരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര 1 കപ്പ് അരിപ്പൊടിയിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു വട്ടയപ്പമാണ് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് സ്നാക്കായിട്ട് കഴിക്കാം, അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. സ്നാക്കായിട്ട് കഴിക്കാനാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിക്കുന്നത് നല്ലതായിരിക്കും, ചേർത്ത് അരച്ച് വെക്കുന്നതും നല്ലതായിരിക്കും. അപ്പോൾ കുറച്ചൊക്കെ മധുരത്തോട് കഴിക്കാനും പറ്റും. അപ്പോൾ ഇതാണ് ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഞാനിതിവിടെ ഒരു 3 മണിക്കൂർ അടച്ചു വെക്കുന്നുണ്ട്. നിങ്ങളുടെ ചൂടിൻ്റെ അനുസരിച്ച്, നമ്മുടെ ഓരോ സ്ഥലത്തിൻ്റെ ചൂടിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ഇത് പൊങ്ങി വരുന്നതിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പം ഞാൻ ഇതൊരു 3 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം ഇതൊന്ന് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഇതൊന്ന് പൊങ്ങി നല്ല പതയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇട്ട് കുത്തി ഇളക്കണ്ട, കുറച്ചൊന്നിങ്ങനെ മിക്സ് ചെയ്താൽ മതി. ഞാൻ ഇതേപോലെ ഒരു കേക്ക് മോൾഡിലേക്കാണ് ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം എല്ലായിടെയും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് ആ പാത്രം വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമുക്ക് നമ്മളുടെ മാവ് ആവശ്യത്തിനുള്ള വലിപ്പത്തിന് എത്രയാണോ നിങ്ങൾക്ക് വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് കട്ടിയിൽ തയ്യാറാക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്കിത് കുക്കിംഗ് ടൈം കുറച്ച് കൂടുതൽ എടുക്കും. ഇതിപ്പോൾ ഞാൻ കുറച്ച് ചെറിയൊരു കനത്തിലാണ് തയ്യാറാക്കുന്നത്. ഇതെനിക്കൊരു 20 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു ചെറിയ എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഓപ്ഷണലാണ്, കാണാനൊരു ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നേന്ത്രപ്പഴം വട്ടത്തിൽ കട്ട് ചെയ്ത് വെക്കാം, അതുപോലെ തന്നെ മുന്തിരി വെക്കാം, അതൊക്കെ കശുവണ്ടി പരിപ്പ് വെക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ആ മാവ് കൊണ്ട് എനിക്ക് 2 എണ്ണമാണ് തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മോൾഡിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ കത്തിയോ എന്തെങ്കിലും കൊണ്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മതിയാകും. ഇത് ചൂടാറി വരുമ്പോൾ തന്നെ ഇത് സൈഡൊക്കെ വിട്ടു വന്നിട്ടുണ്ടാകും. ചൂടാറിയതിന് ശേഷം മാത്രമേ പാത്രത്തിൽ നിന്ന് എടുക്കാവുള്ളൂ. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ഒരെണ്ണം കൂടിയും തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തം 1 കപ്പ് കൊണ്ട് എനിക്ക് 2 എണ്ണമാണ് തയ്യാറാക്കാൻ പറ്റിയത്. 1 കപ്പ് അരിപ്പൊടി ഇട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി വട്ടയപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വട്ടയപ്പമാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള വട്ടയപ്പമാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഇത് കത്തി വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഓട്ടയൊക്കെ ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഈ വട്ടയപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.